വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണല്ലോ ഉരുളക്കിഴങ്ങും മുട്ടയും. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈസി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു പൊടികളൊക്കെ വേവിച്ചെടുക്കണം. അപ്പോൾ പൊടികളൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പൊട്ടാറ്റോ വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് വേവിച്ചിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കിട്ടണം. ആ ഒരു പൊട്ടാറ്റോൻ്റെ കട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പൊട്ടാറ്റോൻ്റെ വെള്ളം വരിയുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മല്ലിയിലും ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ടിട്ട് ഒരു ചമ്മന്തി പരുവത്തിൽ നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട വേവിച്ചിട്ട് അതിതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതിലും വലിയ പീസൊക്കെ ഉണ്ടാവും. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് ചമ്മന്തിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മുട്ട ഉടച്ചെടുക്കണം. ഇപ്പോൾ മുട്ട നന്നായിട്ട് ഉടച്ച് ചമ്മന്തി മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. മുട്ട ചമ്മന്തി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് ഓയിൽ തടവിയിട്ട് ഇതുപോലെ ബോൾസാക്കി മാറ്റാം. ഇതെപ്പോഴും ചെറിയ ബോൾസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ബോളിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ സ്നാക്കിൻ്റെ സൈസ്. അപ്പോൾ അത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോൾസാക്കിയിട്ടാണ് മാറ്റുന്നത്. അങ്ങനെയെല്ലാം ബോൾസാക്കി മാറ്റി വെക്കണം. അപ്പോൾ ചമ്മന്തി ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തന്നെ തടവിയിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടല്ലോ അത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്ലാറ്റാക്കി പരത്തിയെടുക്കണം. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ആ ഒരു ബോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് കവർ ചെയ്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഒരു കായടൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കേണ്ടത്. ആ മുട്ട ചമ്മന്തി നന്നായിട്ട് പിന്നെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോഴായിരിക്കും കാണാനൊരു ഭംഗി ഉണ്ടാവും. ആ ഉള്ളിലൊരു പച്ച കളറൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അപ്പോൾ നന്നായിട്ട് കായടക്ക് ഉരുട്ടിയെടുക്കുന്ന പോലെ നമ്മൾ ഉരുട്ടിയെടുക്കുക ഈ ഒരു ഷേപ്പിൽ കേട്ടോ. ഇനി നമുക്കത് കവർ ചെയ്യാനുള്ള കോട്ടിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് കടലപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ മുട്ടയിലും കവർ ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസും കോട്ട് ചെയ്തെടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. പിന്നെ നല്ല ക്രിസ്പിനെസ് ആയിരിക്കും, നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കടലമാവാണ് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 നുള്ളു മതിയാവും. ഇനി ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പിന്നെ നമ്മളത് ലെവലാക്കി എടുക്കാൻ വേണ്ടി പൊടിയിട്ട് കൊടുക്കുക, അതൊരു പണിയായിരിക്കും. ഏറ്റവും ബെറ്റർ നമുക്ക് ഈസി ആയിട്ടുള്ളത് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇതുപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച സ്നാക്ക് ഉണ്ടല്ലോ അത് ഈ ഒരു കടലമാവിൻ്റെ മാവിൽ
കടലമാവിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ കവർ ചെയ്യണം. മുട്ട ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. നമ്മൾ മുട്ട എവിടെയുള്ളത്? കടലമാവിൻ്റെ ഉള്ളിൽ, പൊട്ടാറ്റോ മാവിൻ്റെ ഉള്ളിൽ ചമ്മന്തിൻ്റെ കൂടെയാണ് മുട്ടയുള്ളത്. അപ്പോൾ അത് പൊട്ടിത്തെറിക്കുകയൊന്നും ചെയ്യില്ല. എല്ലാ ഭാഗവും നമ്മൾ ഒരുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോഴാണ് ഇതൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ മാവ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പം ബ്രെഡ് ക്രംസും മുട്ടയിലും മുക്കി ഫ്രൈ ആണെങ്കിൽ കാണുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ഓയിലിൽ നിന്ന് മാറ്റാണ്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. ഈ ഒരു ഇഫ്താറിൻ്റെ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ 4 മണി ചായയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.